കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി ബിജെപിയും തോമസ് ചാഴിക്കാടൻ എംപിയും തമ്മിൽ തർക്കം. മണ്ഡലത്തിലുണ്ടായത് നരേന്ദ്രമോദിയുടെ വികസനമാണെന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന്റെ അവകാശവാദം. ബിജെപിയുടെ വാദങ്ങൾ ബാലിശമാണെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും തോമസ് ചാഴിക്കാടൻ എംപി തിരിച്ചടിച്ചു. 938 കോടി രൂപ ചെലവഴിച്ചുള്ള കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വികസനവും പാസ്പോർട്ട് കേന്ദ്രവും പ്രധാനമന്ത്രി സഡക് യോജനയുമൊക്കെ യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയുടെ വികസനമാണ്. ഈ കേന്ദ്ര പദ്ധതികളുടെ നേട്ടം തോമസ് ചാഴിക്കാടൻ എംപി ഏറ്റെടുക്കുന്നത് അല്പത്തമാണെന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന്റെ വാദം. അവകാശവാദം ഉന്നയിക്കുന്നത് ബിജെപി അല്ല, അവകാശവാദം ഉന്നയിക്കുന്നത് എംപിയാണ്. ബിജെപി ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളാണ് ബിജെപി പറയുന്നത്. എംപിയുടേതാണ് അവകാശവാദങ്ങൾ. ഇപ്പം ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എൻ്റേതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവകാശവാദം ഉന്നയിക്കേണ്ടത്. മറ്റത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വ്യാജമായിട്ടുള്ള വികസന അവകാശവാദങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2014 ശേഷം ഇവിടെ കോട്ടയത്ത് വന്നിരിക്കുന്ന വികസനം അതിന് മുമ്പ് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബിജെപി ശ്രമം. വസ്തുത ആർക്കും പരിശോധിക്കാം. ബിജെപിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ പിന്നെ എം പിമാരുടെ ആവശ്യമില്ല, MLA-മാരുടെ ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് സ്ഥലത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിച്ചാൽ മതി. അത് തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്നതിനപ്പുറം വേറൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമായ എംപിക്ക് ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാമായിരുന്നെങ്കിലും ചെറുവിരൽ പോലും അനക്കിയില്ലെന്നാണ് UDF ആരോപണം. മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി എംപിയും BJPയും കൊമ്പുകോർക്കുമ്പോൾ റബ്ബർ വിലയിടിവും സയൻസ് സിറ്റിയുടെ സ്തംഭനവും പാലായിലെ ട്രിപ്പിൾ ITയും ഒക്കെ പ്രചരണ ആയുധമാക്കാനാണ് UDFന്റെ ശ്രമം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.